സുഹൃത്തുക്കളെ, രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം ഉറപ്പായിട്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ എല്ലാവരും അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. ജിസ്ലാം മാടശ്ശേരിയുടെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന കുരുപ്പ് കോഴി 2017 മുതൽ എനിക്ക് അയച്ച മെസ്സേജുകളാണെന്ന് പറഞ്ഞിട്ടാണ് ഒരു സ്ക്രീൻഷോട്ട് ജസ്ലാം മാടശ്ശേരി പങ്കുവച്ചിട്ടുള്ളത്. അതിനകത്ത് എവിടെയാണ് അശ്ലീലം? അതിനകത്ത് എവിടെയാണ് രാഹുൽ മാങ്കൂട്ടം മോശമായിട്ടുള്ളൊരു സംസാരം നടത്തിയിട്ടുള്ളത്? നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എവിടെ അതിനകത്ത് കണ്ടിട്ടില്ല. മോശമായിട്ടൊരു അശ്ലീല വാക്കുപോലും അതിനകത്ത് രാഹുൽ മാങ്കൂട്ടം ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ആ ഒരു സ്ക്രീൻഷോട്ട് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത്. അങ്ങനെയൊന്നുണ്ടെങ്കിൽ തലയും വാലും ഇല്ലാത്ത ചാറ്റ് പുറത്തു വിടാതെ ഫുള്ള് ചാറ്റ് പുറത്തു വിടണം. രാഹുൽ മാങ്കൂട്ടവുമായിട്ട് 2017 ശേഷം അതിൻ്റെ ബാക്കിയും കാണുമല്ലോ. അതും കൂടെ ഒന്ന് ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് പുറത്തു വിട്ടാൽ കൊള്ളാമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയുക, എൻ്റെ ആ ചാറ്റിൻ്റെ ബാക്കി രാഹുൽ മാങ്കൂട്ടം നിങ്ങൾ പുറത്തു വിടാൻ. രാഹുൽ മാങ്കൂട്ടം 24 കൊടുത്ത എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് പല ചാറ്റുകളും എൻ്റെ കയ്യിലുള്ള ചാറ്റുകളെല്ലാം അതിൻ്റെ ഫുള്ള് ഞാൻ പുറത്തു വിടാൻ തയ്യാറാണെന്ന് രാഹുൽ മാങ്കൂട്ടം നട്ടലോടുകൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നട്ടലോടുകൂടി ആ ചാറ്റ് പുറത്ത് വേണം. അല്ലാതെ അവിടെ ഇവിടെയും കൊണ്ട് അറ്റവും മൂലം കാണിച്ചിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന പരിപാടി അത് ജനങ്ങളെടുത്ത് നീ വേവത്തില്ല. അത് വേറെ കാര്യം. ഓക്കെ, ഞാനിനി ഇവിടെ ഷഹനാസിൻ്റെ കുറച്ച് ഉടായിപ്പുകളൊക്കെ ഞാനിവിടെ കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് 24 രാഹുൽ മാങ്കൂട്ടം ഒരു ഇൻ്റർവ്യൂ കൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് സത്യമുണ്ട്, രാഹുലിനെ ജനങ്ങൾ മനസ്സിലാക്കി എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്നൊരു പ്രസ് മീറ്റ് നടത്തുന്നു, കുറേ കാര്യങ്ങൾ പറയുന്നു. 2020 രാഹുൽ മാങ്കൂട്ടം എന്ന കോഴിത്തീട്ടത്തിനടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഷഹനാസ് വന്ന് പ്രസ് മീറ്റിനകത്തിരുന്ന് സംസാരിച്ചത് അല്ലേ. 2020 എനിക്ക് മോശം അനുഭവം ഉണ്ടായി, പക്ഷേ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് നിലക്കി നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഷഹനാസ് കഴിഞ്ഞ വർഷം അതിനൊക്കെ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ ദുബായിലേക്ക് ക്ഷണിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരിപാടിയിലെല്ലാം പങ്കെടുക്കുന്നു, കൂടെ പോയി സെൽഫി എടുക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ച് ആശംസ അറിയിക്കുന്നു. അപ്പം ഇതൊക്കെ ഇത്രയും ഒരു കാട്ടുകോഴിയാണെന്ന് അറിഞ്ഞിട്ടും 2020 തന്നെ അറിഞ്ഞിട്ടും പിന്നെ എന്തിന് അതിനൊക്കെ ശേഷം ഇതൊക്കെ ചെയ്തു അല്ലേ? പിന്നെ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടെ കാണിക്കാം. ബാവ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ചെയ്തേക്കുന്ന ഒരു പോസ്റ്റാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഭാഗം 1. 2017 കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലെ PG വിദ്യാർത്ഥിനിയായിരിക്കെ തനിക്ക് UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് കിട്ടിയെന്ന് കോളേജ് മാനേജ്മെൻറ്റിനെ ധരിപ്പിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജ് മാനേജ്മെൻറ്റ് നൽകിയ സ്വീകരണവും വാങ്ങുന്നു. ശേഷം കോളേജിലും പുറത്തും ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിക്കുന്നു. എന്നാൽ പിന്നീട് സംശയം തോന്നി കോളേജ് മാനേജ്മെൻറ്റ് നടത്തിയ അന്വേഷണത്തിൽ ഷഹനാസ് സിവിൽ സർവീസ് പരീക്ഷ എഴുതിയിട്ട് പോലുമില്ല എന്ന് മനസ്സിലാക്കുന്നു. സംഭവം വിവാദമായതിനെ തുടർന്ന് നാണം കെട്ട് കോളേജ് വിട്ടു. എന്താ അല്ലേ, എന്തൊക്കെ ഉടായ്പകളാണെന്ന് നോക്കിക്കോണേ പുറത്തോട്ട് വരുന്നത്. ഇനി ഈ MA ഷഹനാസ് ഇവർ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രശംസിച്ച് പോസ്റ്റ് ഇട്ടേക്കുന്ന 2024 ജനുവരി 9 ഇട്ടേക്കുന്ന ആ ഒരു പോസ്റ്റും കൂടെ ഞാൻ ഇവിടെ വായിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോണേ, 2020 തന്നെ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി കോഴിയാണ്, കോഴിക്കാട്ടമാണ്, കോഴിത്തീട്ടമാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലായി എന്ന് പറയുന്ന ഈ ഷഹനാസ് 2024 രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രശംസിച്ച് പോസ്റ്റ് ഇട്ടേക്കുന്ന ആ ഒരു പോസ്റ്റും കൂടെ ഞാൻ ഇവിടെ വായിക്കാം. രാഹുൽ മാങ്കൂട്ടം എന്ന കേവലം ഒരു വ്യക്തി മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടം കേവലം ഒരു വ്യക്തി മാത്രമല്ല, കേരളത്തിലെ ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ യുവജനതയെ നയിക്കുന്ന നേതാവ് കൂടിയാണ്. ചുരുക്കി പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോലീസ് വീട് കയറി അറസ്റ്റ് ചെയ്തല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇട്ട പോസ്റ്റാണിത്. ഷഹനാസ് 2024 ജനുവരി 9 പുലർച്ചെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ മാത്രം ക്രിമിനൽ കുറ്റമാണോ? നവകേരള യാത്രയ്ക്ക് നേരെ കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചവർക്കെതിരെ ശബ്ദമുയർത്തുന്നതും പ്രതികരിക്കുന്നതും പേര് കൊള്ളാം നവകേരളം. സമരങ്ങൾ DYFI ചെയ്യുമ്പോൾ ജനകീയം, ജനാധിപത്യത്തിൽ അധിഷ്ഠിതം. മറ്റ് യുവജന സംഘടനകൾ ചെയ്യുമ്പോൾ ജനാധിപത്യ വിരുദ്ധം. വെറുതെയല്ല ഞങ്ങളുടെ പാർട്ടി തന്നെയാ കോടതിയും പോലീസും എന്നൊക്കെ വീരവാദം മുഴക്കുന്നത്. സ്വന്തം പാർട്ടി സഖാക്കൾ പ്രതിയാകുമ്പോൾ വിനോദയാത്രയ്ക്ക്. ഓക്കെ, ഇത്രയാണ് ഷഹനാസ് ഇട്ടേക്കുന്ന പോസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. ഇനി അടുത്തത് നൂറുദ്ദീൻ എന്ന് പറഞ്ഞൊരു ID യിൽ നിന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം കൂടെ ഇതും കൂടെ ഞാൻ വായിക്കുവാണ്. ശ്രീമതി ഷഹനാസ്, രാഹുൽ മോശം മനുഷ്യനാണെങ്കിൽ നിലമ്പൂർ
ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ജൂൺ 12 വൈകുന്നേരം കൃത്യം 4 മണി സമയം ആയി കാണും. ഷഹനാസ് എന്തിനാണ് രാഹുലിനെ അന്വേഷിച്ച് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ മുന്നിലെ ചായക്കടയുടെ മുന്നിൽ പോയി രാഹുലിനെ അന്വേഷിച്ച് നടന്നു? മേൽപ്പറഞ്ഞ വാർത്ത തെറ്റാണെന്ന് ഷഹനാസ് നിഷേധിക്കുകയാണെങ്കിൽ അന്നേ ദിവസത്തെ CCTV ക്യാമറ പരിശോധിച്ചാൽ സത്യം ജനങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ആ ഫോട്ടോ ഇവിടെ വെച്ചേക്കാം. അവിടെ നടുക്കിയിരിക്കുന്ന ആ വ്യക്തി ആരാണെന്ന് നിങ്ങളൊന്ന് നോക്കിയേ. അപ്പം ഇത്രയൊക്കെ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ പറ്റിയിട്ട് വാർത്താ സമ്മേളനത്തിൽ വന്നിട്ട് പ്രസ് മീറ്റ് ഏർപ്പെടുത്തി വന്നിരുന്നിട്ട് തള്ളുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ ഉടായ്പകൾ, ഇങ്ങനെ കുറേ കാര്യങ്ങളും കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമായിരുന്നു എന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം പുറത്തോട്ട് വന്നിട്ടിരിക്കും. ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന് നട്ടലുണ്ടോ, ധൈര്യമുണ്ടോ ഈ ഷഹനാസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ? വേറൊന്നുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം വന്ന സമയത്ത് 24 മണിക്കൂറിനകം ഞാൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, ഞങ്ങളൊരു തീരുമാനമെടുത്ത് എന്ന് പറഞ്ഞ് വീമ്പിളക്കിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ പറഞ്ഞിട്ടുള്ള ഷഹനാസ് കഴിഞ്ഞ ദിവസം പാർട്ടിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ലെന്ന് നടിച്ചു കളയുന്നു? എന്തുകൊണ്ട് അതിനെതിരെ ഒരു തീരുമാനം എടുക്കുന്നില്ല പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ? അല്ലെങ്കിൽ ഒരു അച്ചടക്ക ലംഘനം നടത്തിയതിൻ്റെ പേരിൽ ഒരു താക്കീത് കൊടുക്കാൻ പോലും പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നിട്ടില്ല അല്ലേ? എന്താണ് ഈ ഷഹനാസ് പറഞ്ഞിട്ടുള്ളത്? മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ അപമാനിക്കുന്ന രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത് അല്ലേ? ഹേമ കമ്മിറ്റി പോലൊരു കമ്മിറ്റി വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയിലുള്ള നേതാക്കളും കോൺഗ്രസും നാറുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയും ഒരു ഗുരുതര ആരോപണങ്ങൾ പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്താക്കാൻ കാണിച്ച ആ ഒരു ഉത്സാഹം ഇവിടെ കാണിക്കുന്നില്ല? അപ്പം അത് ഇരട്ടത്താപ്പ് തന്നെയല്ലേ? ഇരട്ടത്താപ്പ് തന്നെയാണ്, അതിനകത്ത് യാതൊരു ഡൗട്ടുമില്ല. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഒരു വീഡിയോ വയ്ക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 24-നകത്ത് വന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാനിവിടെ വെച്ച് തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കാരണം രാഹുൽ തന്നെ പറയുന്നുണ്ട്. കാരണം രാഹുൽ ഒന്നാമത്തെ കാര്യം, ഈ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്ന തന്നെ രാഹുലിനെ വെളുപ്പിക്കാനെ കൊണ്ടല്ല. ഇനി ഇലക്ഷൻ വരുവാണ്. ഇലക്ഷന് ജനങ്ങൾ ഈ ഒരു രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ളൊരു വിഷയത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചേക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺഗ്രസ് എന്നൊരു പാർട്ടി രാഹുലിനെ പിന്തുണയ്ക്കുന്നു, രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുത്തി വെച്ചിട്ടുള്ളത്. നമ്മൾ കണ്ടതാണ് ഈ ഒരു വിഷയം വന്ന സമയത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള ആളുകൾ രാഹുലിനെ അതിലെ കരിയില വലിച്ചെറിയുന്ന പോലെയാണ് വലിച്ചെറിഞ്ഞിട്ടുള്ളത്. അതെല്ലാം നമ്മൾ കണ്ടതാണ്. അല്ലാതെ ഈ ഒരു പാർട്ടി രാഹുലിനെ പിന്തുണച്ചിട്ടില്ല, സപ്പോർട്ട് ചെയ്തിട്ടില്ല. രാഹുലിനെ ഈ ഒരു ആരോപണം വന്ന സമയത്ത് എടുത്ത് പുറത്ത് കളയുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? വരാനിരിക്കുന്ന ഇലക്ഷനെ മുന്നേ കണ്ട് ഞാൻ കാരണം ഒരു പാർട്ടിക്കൊരു പോരായ്മ ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം ഈ ഒരു ഇൻ്റർവ്യൂ തന്നെ കൊടുക്കുന്നത്. ആ ഇൻ്റർവ്യൂവിനകത്ത് രാഹുൽ മാങ്കൂട്ടം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പാർട്ടി എന്നെ കേൾക്കാൻ കൂട്ടാക്കിയില്ല എന്നുള്ളൊരു വിഷമം. അപ്പം രാഹുൽ മാങ്കൂട്ടം സ്വയം വൈറ്റ് വാഷ് ചെയ്യാനല്ല ഇവിടെ വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ഈ ഒരു പാർട്ടിയെ പുറന്തള്ളണം, അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിക്ക് ആരും വോട്ട് ചെയ്യരുത്, സപ്പോർട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് കാറുന്നുണ്ട്. അതിനെതിരെ വ്യക്തമായിട്ടൊരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്ന് വ്യക്തമായിട്ടുള്ളൊരു തെളിവ് ജനങ്ങളുടെ മുമ്പിലേക്ക് രാഹുൽ തന്നെ അത് തെളിയിക്കുന്ന രീതിയിൽ വന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ തൻ്റെ നിരപരാധിത്വം കൂടെ തെളിയിക്കാൻ കൂടിയാണ് പുള്ളി ആ ഇൻ്റർവ്യൂ, മെയിനായിട്ട് ആ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ സ്വയം വെള്ള പൂശി വെളുപ്പിക്കാനൊന്നും അല്ല പുള്ളി നോക്കിയിട്ടുള്ളത്. ആ ഇൻ്റർവ്യൂ നല്ല 1 മണിക്കൂർ ലെന്തുള്ള ഇൻ്റർവ്യൂ ഫുൾ ഇരുന്ന് കേട്ടിട്ടുള്ളവർക്കെല്ലാം നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലായി കാണും. രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി എത്രത്തോളം നിരപരാധിയാണെന്ന് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നതാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ രാഹുൽ പറയുന്ന ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ വെച്ച് തരാം, അത് നിങ്ങളൊന്ന് കേട്ട് നോക്കുക. അതിനകത്ത് രാഹുൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമ്മൻചാണ്ടിയെ വെച്ച് കമ്പയർ ചെയ്യുമല്ല, പക്ഷേ ഉമ്മൻചാണ്ടിക്ക് വന്നൊരു അവസ്ഥ നമ്മളെല്ലാവരും കണ്ടതാണ്. അന്ന് ആ മനുഷ്യനെ കല്ലെറിഞ്ഞ കേരള സമൂഹം, എല്ലാവരുമല്ല, കുറച്ച് ആളുകൾ ആ മനുഷ്യനെ തകർക്കണം, ആ മനുഷ്യനെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച കുറച്ച് ആളുകളും ഈ പറഞ്ഞിട്ടുള്ള വാർത്താ ചാനലുകാരെല്ലാം അതിനുശേഷം ആ മനുഷ്യനെ ഓർത്ത് പശ്ചാത്തപിച്ചിട്ടുണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ മരണത്തിന് ശേഷം അല്ലേ, കുറ്റബോധം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് രാഹുൽ മാങ്കൂട്ടം എന്നുള്ളൊരു വ്യക്തി നാളെ കാലങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള പുള്ളി നിരപരാധിയാണെന്ന് തെളിയിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഉമ്മൻചാണ്ടിക്കുണ്ടായ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ തിരിച്ചറിഞ്ഞതുപോലെ എന്നെയും തിരിച്ചറിയുമെന്ന് പുള്ളി ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്. ഞാനതിവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അപ്പോൾ പറയുന്നത് ഉമ്മൻചാണ്ടി സാറുമായിട്ട് ഞാൻ തരുന്നു. ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രധാനപ്പെട്ട കേസിലെ വ്യാജ പരാതിയെ പറ്റി നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ടല്ലോ. ഇനി പോട്ടെ, എല്ലാം വിട്ടേ. സോളാർ കേസ് നിങ്ങൾ ഏറ്റവും സെൻസേഷണലൈസ് ആയിട്ട് ചർച്ച ചെയ്തിട്ടുള്ള കേസാണല്ലോ സോളാർ കേസ്. അപ്പോൾ പറയുന്നത് ഉമ്മൻചാണ്ടി സാറുമായിട്ട് ഞാൻ താരതമ്യപ്പെടുത്തി എന്ന് പറയുന്നത്. എൻ്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റിൽ പോലും ഞാൻ ഉമ്മൻചാണ്ടി സാറിനോട്
എന്നെ കമ്പയർ ചെയ്യുന്ന ഒരാളല്ല, എൻ്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റിൽ പോലും ഞാൻ കമ്പയർ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം പല മാധ്യമപ്രവർത്തകരും വളരെ കുറ്റബോധത്തോടു കൂടി ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, എപ്പോൾ തൊട്ട് നിങ്ങൾ പറഞ്ഞു തുടങ്ങിയത്? ഉമ്മൻചാണ്ടി സാർ മരിച്ചതിന് ശേഷം. ഇപ്പം നിങ്ങൾ പറയുന്നില്ല. ആ മനുഷ്യൻ്റെ ഇല്ലാത്തൊരു CD തപ്പി കോയമ്പത്തൂരിലേക്ക് പോയിട്ടുണ്ട്, ഇതിനേക്കാൾ വലിയ ഗ്രാവിറ്റിയുള്ള വാർത്തകളായിട്ട്. ഞാൻ ചോദിച്ചപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് തെറ്റായിപ്പോയി, നിങ്ങൾക്കൊക്കെ ഒരു കൺവിക്ഷൻ ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ സോളാർ കേസിൽ അന്ന് നിങ്ങൾ വേട്ടയാടിയ മറ്റ് നേതാക്കന്മാരില്ലേ, നിങ്ങൾ അവരോട് എൻ്റെ കേസ് വിട്ടേക്കും, എൻ്റെ കേസ് കാലം തെളിയിക്കട്ടെ, കാലം തെളിയിക്കട്ടെ. ഞാൻ വേട്ടയാടൽ എത്ര ഉദാഹരണം പറഞ്ഞു. ഓക്കെ, കേട്ടല്ലോ. ഇവിടെ ഉമ്മൻചാണ്ടിയെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമല്ല, ഇത് രണ്ടും രണ്ട് തലത്തിലുള്ള പരാതിയാണ്, രണ്ട് രീതിയാണ്. ഉമ്മൻചാണ്ടിയും ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ. പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനല്ല എന്ന് പറയുന്നത് കോടതി വരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി രാഹുൽ മാങ്കൂട്ടം 24-ന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഒരു ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ വയ്ക്കാം. അതിനകത്ത് മൂന്നാമത്തെ പരാതിക്കാരി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, രാഹുലിന് ചെരുപ്പ് മേടിച്ചു കൊടുത്തു, രാഹുലിന് അത് മേടിച്ചു കൊടുത്തു, ഇത് മേടിച്ചു കൊടുത്തു, ഫ്ലാറ്റ് മേടിച്ചു കൊടുത്തു എന്നൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നല്ലോ. അതൊക്കെ പറഞ്ഞിട്ട് രാഹുലിനെ ഒരു ക്രൂര മൃഗമായിട്ട് ചിത്രീകരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിന് നല്ല വ്യക്തമായിട്ട് തെളിവുകളുമായിട്ട് രാഹുൽ മാങ്കൂട്ടം ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. വ്യക്തമായിട്ടുള്ള തെളിവുകൾ കയ്യിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത് ആ തെളിവുകൾ പുറത്തു വിടണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പുറത്തു വിടും. അതിൻ്റെ ചാറ്റ് കാണും. അതിൻ്റെ മുമ്പോട്ട് രാഹുൽ പറയുന്നൊരു കാര്യമുണ്ട്, അതിൻ്റെ മുമ്പോട്ടുള്ള ചാറ്റുകൾ മാത്രമാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. രാഹുലിന് ചെരുപ്പ് മേടിച്ചു കൊടുത്തെന്ന് പറയുന്നത്, ഫ്ലാറ്റ് മേടിച്ചു കൊടുത്തെന്ന് പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ താഴോട്ടുള്ള കാര്യങ്ങൾ കൂടെ കാണിക്കാനാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ചാറ്റ് മുഴുവൻ പുറത്തു വരണം, അതാണ് വേണ്ടുന്നത് അല്ലേ? അല്ലാതെ അറ്റവും തലവും കാണിച്ചിട്ട് ഒരു വ്യക്തി ഒരു കുറ്റക്കാരനാണ്, അല്ലെ ആ വ്യക്തി അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കളികളാണെന്നെല്ലാം അരിഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാന്നേ ഉള്ളൂ. എന്തായാലും അതും കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കുക. രാഹുൽ മാങ്കൂട്ടം വ്യക്തമാക്കി അത് നല്ല ക്ലിയർ ആക്കി തരുന്നുണ്ട്. പുള്ളിയുടെ പൈസ കൊടുത്ത് പുള്ളി മേടിക്കുന്ന ഫ്ലാറ്റിൽ 3 നില വേണമെന്നോ 3 മുറി വേണമെന്നോ 2 മുറി വേണമെന്നോ പുള്ളിയല്ലേ തീരുമാനിക്കേണ്ടത്. 3 മുറിയോ 3 നിലയോ 2 നിലയോ അതൊക്കെ പുള്ളിയല്ലേ തീരുമാനിക്കേണ്ടത്. അത് പുള്ളി വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഞാൻ ലോൺ എടുത്ത് വെക്കുന്ന ഫ്ലാറ്റിൽ 2 മുറി വേണോ 2 നില വേണോ എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കേണ്ടത്. അതിൻ്റെ ചാറ്റിൻ്റെ ഫുള്ള് ഡീറ്റെയിലും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ടെന്ന് വരെ പുള്ളി തെളിവ് സഹിതം പറയുന്നുണ്ട്. പിന്നെ ആ ഇൻ്റർവ്യൂവിനകത്ത് പുള്ളി ഈ പറഞ്ഞിട്ടുള്ള പുള്ളിക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളെ പറ്റിയിട്ടല്ല, പുള്ളി വ്യക്തമായിട്ട് ചാറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ പുറത്തുവിടാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. അത് പുറത്തുവിടാൻ ഈ പരാതിക്കാരികളായിട്ടുള്ള ആളുകളും രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചില്ലേ, അവർ പറയുകയാണെങ്കിൽ രാഹുൽ പുറത്തുവിടും. ഇപ്പം ഈ ഒരു കേസും കാര്യങ്ങളുമായിട്ട് നിൽക്കുന്നതുകൊണ്ട് പുള്ളിക്ക് ഒരു പരിമിതിയുണ്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നതിൽ. അതുകൊണ്ടാണ് പുള്ളി കുറേ കാര്യങ്ങൾ സംസാരിക്കാതിരുന്നത്. എന്തായാലും അതും കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. മാധ്യമങ്ങൾ കൊടുത്തൊരു പ്രധാനപ്പെട്ട പരാതി, അത് പരാതിയിൽ വന്നിട്ടില്ല, വാർത്തയായിരുന്നു. എനിക്ക് ഫ്ലാറ്റ് വാങ്ങിത്തരണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ അവരോട് അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ ആ കൺവെർസേഷനിൽ നിങ്ങൾ പുറത്തുവിട്ട സ്ക്രീൻഷോട്ടിൻ്റെ 5 മെസ്സേജുകൾ മുകളിലോട്ടും 5 മെസ്സേജുകൾ താഴോട്ടും പുറത്തുവിടാൻ തയ്യാറുണ്ടോ? എന്താണത്? ഞാൻ പുറത്തുവിടാൻ തയ്യാറാണ്. ആ പുറത്തുവിട്ട് കഴിയുമ്പോൾ മനസ്സിലാകുന്ന 2 കാര്യമുണ്ട്. ഒന്ന്, അവരുടെ പരാതിയിൽ തന്നെ പറയുന്ന വിവാഹ വാഗ്ദാനം എന്ന് പറയുന്ന അവരുടെ തന്നെ അലിഗേഷൻ ഇല്ലാതെയായി പോകും ആ താഴോട്ടുള്ള കൺവെർസേഷൻ വിട്ടാൽ. അപ്പോൾ എനിക്ക് പാലക്കാട് ഒരു പ്രധാനപ്പെട്ട ബിൽഡർ ഡിസ്കൗണ്ട് റേറ്റിൽ ഇതാണ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഫ്ലാറ്റിൻ്റെ ഡീറ്റെയിൽസ് വന്നു. ഞാൻ ഇവർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതെനിക്ക് തന്ന പ്രൈസാണ്, നിങ്ങൾ എന്നെ അറിയാമോ, നിങ്ങളൊന്ന് അവരോട് അന്വേഷിക്കൂ, ഇതിൻ്റെ പ്രൈസ് ഒന്ന് അന്വേഷിക്കുമെന്ന് ചോദിച്ചു. അന്നേരം അവരോട് ഫ്ലാറ്റിനെ പറ്റിയുള്ള ഡിസ്കഷനാണ്. അപ്പോൾ അവരോട് ചോദിച്ചു 2 BHK മതിയോ? ഞാൻ പറഞ്ഞു പോരാ, 3 BHK വേണം. കാരണം എന്താ, ഞാൻ ലോൺ എടുത്ത് ഞാൻ എൻ്റെ പണം മുടക്കിയിട്ട് വാങ്ങാൻ പോകുന്ന ഫ്ലാറ്റാണ്, അവർ വാങ്ങി തരുന്ന ഫ്ലാറ്റല്ല. ഇനി അടുത്ത മെസ്സേജ്, താഴോട്ടുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ പിന്നീട് പോകുമ്പോൾ പറയുന്നത്, ശരിയാ നീ കല്യാണം കഴിച്ച് ഭാര്യയും കുട്ടികളൊക്കെ ആയി ജീവിക്കുമ്പം 3 BHK വേണമല്ലോ എന്നുള്ളതാണ് അടുത്തത്. ആ മെസ്സേജും കൂടെ പുറത്തോട്ട് കഴിഞ്ഞുള്ള കുഴപ്പം, പിന്നെ വിവാഹ വാഗ്ദാനം എന്ന് പറഞ്ഞ ആരോപണം നിലനിൽക്കില്ല, ഫ്ലാറ്റ് വാങ്ങണം എന്നുള്ള ആരോപണം നിലനിൽക്കില്ല. ഇനി മൂന്നാമത്തെ പരാതിക്കാരി, എനിക്ക് പണം ഞാൻ ആവശ്യപ്പെട്ടു, ഞാൻ ഒരു കാര്യങ്ങൾ ആവശ്യപ്പെട്ടു, ഷൂ വാങ്ങാൻ പറഞ്ഞു, സൺസ്ക്രീൻ, ലോഷൻ, അത് പരാതിക്കാരി ആയതുകൊണ്ട് ഞാൻ അങ്ങേ കാണിക്കുന്ന പോലെ നിയമപരമായി ശരിയാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അത് കാണിക്കാതെ, ആ ചാറ്റ് മാത്രം കാണിക്കാതെ സാമ്പത്തിക ദോഷം നടത്തി. പറയട്ടെ, കേട്ടല്ലോ. തനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വരുന്ന സമയത്ത് അതിന് മറുപടി പറയാനുള്ള ഒരു ഉത്തരവാദിത്വവും തൻ്റെ സൈഡ് വിശദീകരിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ആ വ്യക്തിക്കുണ്ട്. അയാളെ തിരഞ്ഞെടുത്തേക്കുന്നത്, അയാളെ പാലക്കാടിൻ്റെ MLA ആയിട്ട് തിരഞ്ഞെടുത്തേക്കുന്ന ജനങ്ങളാണ്. ആ ജനങ്ങളുടെ മുമ്പിലേക്ക് താൻ നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്വവും അയാളുടെ കടമയാണ്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പം ഇങ്ങനൊരു ഇൻ്റർവ്യൂ 24 ന്യൂസിന് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ഇതിനകത്ത് ഒരു മനുഷ്യനെയും വലിച്ചടിക്കാനോ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് ഉദ്ദേശിച്ചൊരു കാര്യമല്ല. പുള്ളിയുടെ നിരപരാധിത്വം പുള്ളിക്ക് തെളിയിക്കണം. ഞാൻ പിന്നെ ആദ്യം പറഞ്ഞ പോലെ, കാരണം ഇനി വരും ഇലക്ഷനിൽ പുള്ളിയുടെ പേര് വെച്ചിട്ട് ആ ഒരു പ്രസ്ഥാനത്തിനൊരു കോട്ടവും സംഭവിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് പുള്ളി ആ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളത് തന്നെ. ഈ ഒരു ഇൻ്റർവ്യൂവിന് ശേഷം കുറേ ആളുകൾ ആഷ്മിയെ കുറ്റം പറയുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് ആഷ്മി എന്താണ് ചെയ്തിട്ടുള്ളത്?
ആഷ്മി ആ ഒരു വ്യക്തിക്ക് പറയാനുള്ളത് ഇവിടെ സ്ത്രീകൾക്ക് മാത്രം പോരല്ലോ, പുരുഷന്മാർക്കും ഇവിടെ സംസാരിക്കാനുള്ളൊരു വേദി വേണമല്ലോ. ആ രാഹുൽ മാങ്കൂട്ടം എന്നൊരു ജനങ്ങളുടെ ഒരു പ്രതിനിധിയാണ്. ആ വ്യക്തിക്ക് പറയാനുള്ളത് ജനങ്ങൾക്ക് കേൾക്കണം. ആ ഒരു ഇൻ്റർവ്യൂ എത്ര പേരാണ് കണ്ടിട്ടുള്ളത് അല്ലേ? രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിക്ക് പറയാനുള്ളത് എത്ര ലക്ഷം പേര് വെയിറ്റ് ചെയ്തിരുന്നു എന്ന് ആ ഇൻ്റർവ്യൂവിലെ വ്യൂസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത്രയും ആളുകൾ രാഹുലിൻ്റെ ഭാഗത്തു നിന്നുള്ളത്, രാഹുലിൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ കൊതിച്ച കുറേ കാര്യങ്ങളുണ്ട്, ഇതിൻ്റെ സത്യാവസ്ഥകൾ അല്ലേ? അപ്പം ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അത് പറയേണ്ട ഉത്തരവാദിത്വം, ജനങ്ങളിലേക്ക് പറയേണ്ട ഉത്തരവാദിത്വം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. അത് മാത്രമേ അയാളോട് ചെയ്തിട്ടുള്ളൂ. ഇതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള ആഷ്മിയൊക്കെ പിടിച്ചിട്ട് ഒരുപാട് പേര് ചീത്ത വിളിക്കുന്നതൊക്കെ കണ്ടായിരുന്നു. ആഷ്മി ഇതിനകത്ത് എന്താണ് ചെയ്തിട്ടുള്ളത്? ആഷ്മി ഇതിനകത്ത് ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ പുള്ളിക്കാരൻ്റെ മേക്കിട്ട് കയറാൻ പോയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വരും ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്.